ഒരു ബോട്ടിൻ്റെ വേഗം ഒഴുക്കിനെതിരെ മണിക്കൂറിൽ 10 കിലോമീറ്ററും ഒഴുക്കിനൊപ്പം 16 കിലോമീറ്ററും ആയാൽ ബോട്ടിൻ്റെ വേഗത എത്ര, ഒഴുക്കിൻ്റെ വേഗത എത്ര? നമുക്ക് നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എക്സ് എന്നെടുക്കുക. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എക്സ്, ഒഴുക്കിൻ്റെ വേഗത മാത്രം വൈ എന്നും എടുക്കുക. ഒഴുക്കിൻ്റെ വേഗത വൈ. ഇനി നമുക്ക് ഒഴുക്കിനൊപ്പം ബോട്ട് നീങ്ങുകയാണ്. ഒഴുക്കിനൊപ്പം ബോട്ട് നീങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ബോട്ടിൻ്റെ വേഗത കൂടെ ഒഴുക്കിൻ്റെ വേഗതയും കൂടി കിട്ടും. ഒഴുക്കിനൊപ്പം ബോട്ട് നീങ്ങുമ്പോൾ ബോട്ടിൻ്റെ വേഗതയ്ക്ക് ഒഴുക്കിൻ്റെ വേഗതയും കൂടി കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ മതി, എക്സ് പ്ലസ് വൈ. എന്നാൽ ഒഴുക്കിനെതിരെ നീങ്ങുമ്പോഴോ, ബോട്ട് ഒഴുക്കിനെതിരെ പോകുമ്പോൾ ബോട്ടിന് ഒഴുക്കിനെ അതിജീവിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ ബോട്ടിന് ഒഴുക്കിനെ അതിജീവിക്കണം. അതായത് ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കണം. ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കണം, എക്സ് മൈനസ് വൈ. നമുക്കിനി എക്സ് പ്ലസ് വൈ, അതായത് ഒഴുക്കിനൊപ്പം വേഗത എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. ഒഴുക്കിനൊപ്പം എത്രയാണ്? 16 km/h ആണ്. ഇനി എക്സ് മൈനസ് വൈ അതെന്താണ്? ഒഴുക്കിനെതിരെ വേഗത അത് തന്നിട്ടുണ്ട്. ഒഴുക്കിനെതിരെ വേഗത എത്രയാണ്? ഒഴുക്കിനൊപ്പം 16, ഒഴുക്കിനെതിരെ മണിക്കൂറിൽ 10 കിലോമീറ്റർ സമം 10. നമുക്ക് രണ്ട് സമവാക്യങ്ങൾ, അത് രണ്ട് ചരങ്ങൾ ഉള്ള രണ്ട് സമവാക്യങ്ങൾ. നമുക്കിത് നിർദ്ധാരണം ചെയ്യണം, സോൾവ് ചെയ്യണം. അതിന് രണ്ട് ഇക്വേഷൻ കൂടി കൂട്ടുക. ഒരു എക്സും കൂട്ടിയ 2x, പോസിറ്റീവ് വൈയും നെഗറ്റീവ് വൈയും കൂട്ടിയ 0 സമം 16 10 26. 2x സമം 26 ആയാൽ എക്സ് സമം 26/2 13. എക്സ് എന്താണ്? നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 13 km/മണിക്കൂർ. ഇനി നമുക്ക് ഇന്നത്തെ ഒരു സമവാക്യം എഴുതുക. ഏതാ? എക്സ് പ്ലസ് വൈ സമം 16. ഇതിൽ നമുക്ക് എക്സിൻ്റെ വില കൊടുക്കുക. എത്രയാണ്? 13 + വൈ സമം 16. അപ്പോൾ വൈ എങ്ങനെ കാണുക? 16 - 13 സമം 3. വൈ എന്താണ്? ഒഴുക്കിൻ്റെ വേഗത. അതെത്ര കിട്ടി? 3 km/മണിക്കൂർ.